ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് മൺഡേയിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ഇന്നത്തെ അല്ല, ലാസ്റ്റ് മൺഡേയിലെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ വീക്ക്ലി ക്ലീനിങ് കുറച്ചൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മോട്ടിവേറ്റിംഗ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ട കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഡെയിലി ക്ലീനിങ്. അപ്പം അതിൽ ഇപ്പോൾ ബെഡ് വിരിച്ചിടുക, ലോണ്ട്രി ചെയ്യുക, പിന്നെ ഒന്ന് അടിച്ചു വാരിയിടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഡെയിലി ക്ലീനിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ വീക്ക്ലി ക്ലീനിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഇഡ്ഡലിയും ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ദോശയും ഇഡ്ഡലിയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇഡ്ഡലി തന്നെയാണ്. അപ്പോൾ ഇഡ്ഡലിയും പിന്നെ ചമ്മന്തി എന്ന് പറഞ്ഞാൽ തേങ്ങ അരച്ച്, തേങ്ങയും ഞാൻ പച്ചമുളകാണ് ചേർക്കുക, ചിലപ്പോൾ കുറച്ച് കറിവേപ്പിലയും ചേർക്കും. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തേങ്ങാ ചമ്മന്തിയും ഇത് രണ്ടുമാണ് ഇവിടെ കോമ്പിനേഷൻ. പിന്നെ നമ്മുടെ ദോശപ്പൊടി ഉണ്ടല്ലോ, അത് വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ടാവും. അത് കുറച്ച് വെളിച്ചെണ്ണയും കൂട്ടി കഴിക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഈസി ആയിട്ട് കഴിയുമെന്ന് പറയാം. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് മാത്രമേ ഇപ്പോൾ ചെയ്യാറുള്ളൂ. മുന്നേയൊക്കെ ഇടിയപ്പമൊക്കെ നല്ലപോലെ ഉണ്ടാക്കിയിരുന്നു. ഇപ്പം ഇടിയപ്പം പൊതുവേ കുറവാണ്. ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ വീക്കെൻഡ്സിലേ ഉണ്ടാക്കുകയുള്ളൂ. പിന്നെ ഞാൻ മുന്നേ ഷെയർ ചെയ്ത പോലെ നല്ല തിരക്ക് പിടിച്ച ഡേയ്സാണ് കഴിഞ്ഞു പോകുന്നത്. വീക്ക്ലി 3 ദിവസം ഇവിടെ എയറോബിക്സ് വർക്കൗട്ട് ഉണ്ട്. പിന്നെ അതുപോലെ ഇപ്പം ഞാൻ കുറച്ചായിട്ട് സ്വിമ്മിങ് ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. അത് ഓൾമോസ്റ്റ് കഴിയാറായി. അപ്പോൾ നീന്തൽ പഠിച്ചോന്ന് ചോദിച്ചാൽ അത്യാവശ്യം ചെയ്യും, നല്ല പെർഫെക്റ്റായിട്ടൊന്നും ചെയ്യില്ല. അപ്പോൾ അത് ഇനിയും നമ്മൾ പ്രാക്ടീസ് ചെയ്താലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പം കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു സ്വിമ്മിങ് പഠിക്കുക എന്നുള്ളത്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും കാലുവേദന അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു എക്സസൈസാണല്ലോ സ്വിമ്മിങ്. പിന്നെ ഈ പൂൾ ആക്സസ് ഒന്നും എല്ലാവർക്കും ഉണ്ടാവില്ല. പക്ഷേ അപ്പം നമുക്ക് പറ്റുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ഉപകാരപ്പെടും. അപ്പോൾ അതിൻ്റെ ക്ലാസ്സസ് ഉണ്ട്. പിന്നെ ജോലി, അതിൻ്റെ കൂട്ടത്തിൽ മോളുടെ 10th ക്ലാസ്, അതിനും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാം കൂടി പിന്നെ ഇടയ്ക്ക് നമ്മുടെ ഈ യൂട്യൂബ് വീഡിയോയും വരുമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ വീഡിയോസ് മാക്സിമം സ്കിപ്പാവാതിരിക്കാൻ ഞാൻ നോക്കാറുണ്ട്. പക്ഷേ ചില സമയത്ത് ഇതുപോലെ എനിക്ക് പറ്റാറില്ല കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വീക്ക് നമ്മൾ മിസ്സായല്ലോ ഒരു ദിവസം. അപ്പം ഞാനിനി വിചാരിക്കുന്നത് ഇൻ കേസ് മൺഡേ ഇടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ ഇടാം. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അങ്ങനെയും ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ മാക്സിമം മൺഡേ തേഴ്സ്ഡേ തന്നെ ഇടാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതാ പറഞ്ഞ നേരം കൊണ്ട് ഇഡ്ഡലിയും ചമ്മന്തിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൺഡേയിലെ ഒരു ക്ലീനിങ് റുട്ടീൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ക്ലീനിങ് റുട്ടീൻ ഇതുപോലെ സെറ്റാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ മൺഡേ മെയിൻലി ഡസ്റ്റിംഗ് ആണ് ഇൻക്ലൂഡ് ആക്കിയേക്കുന്നത്. ഡസ്റ്റിംഗ് തന്നെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ലിവിങ് റൂമാണ്. പക്ഷെ ഞാനിപ്പോൾ വിചാരിച്ചു ഡസ്റ്റിംഗ് ചെയ്യുമ്പം എന്തായാലും നല്ല പൊടിയുണ്ട്, എല്ലാ ഭാഗത്തും നല്ല പൊടിയുണ്ട്. അപ്പോൾ സമയം നമുക്ക് പറ്റുന്നതനുസരിച്ച് മാക്സിമം ഒന്ന് ഓടിപ്പിടിച്ച് ക്ലീൻ ആക്കാവുന്ന ഏരിയാസൊക്കെ ക്ലീൻ ആക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പം ഈ ഡസ്റ്റിംഗ് ലിവിങ് റൂം ഇത് രണ്ടും കോമ്പിനേഷൻ വരുന്നത് മെയിൻലി എനിക്ക് ആ TV സ്റ്റാൻഡിൻ്റെ ആ ഒരു ഏരിയയൊക്കെ നല്ലപോലെ പൊടിയുണ്ടാവും, TV സ്റ്റാൻഡ് ഡൈനിങ് ടേബിളിൻ്റെ സൈഡിലൊക്കെ. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ ഈ ഒരു സ്റ്റഡി ടേബിൾ ഉണ്ടല്ലോ, ഇതിലും നല്ല പൊടിയുണ്ട് അത്യാവശ്യം. അപ്പോൾ ഇതിപ്പോൾ റുട്ടീനായിട്ട് ഇങ്ങനെ ചെയ്തു പോയില്ലെങ്കിൽ എന്തായാലും പൊടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഭാഗം ക്ലീൻ ആക്കാം. അപ്പോൾ എന്തായാലും ക്ലീനിങ്ങിൻ്റെ കൂട്ടത്തിൽ ഞാൻ നമ്മുടെ വീട് ക്ലീൻ ചെയ്യാനുള്ള കുറച്ച് ടിപ്സ്, എനിക്ക് ഇഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് ടിപ്സ് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും, എന്നാലും നമുക്കിത് വീണ്ടും വീണ്ടും കേൾക്കുമ്പം നമുക്കൊരു മോട്ടിവേഷൻ എന്തായാലും ഉണ്ടാവും. പിന്നെ ഏതെങ്കിലും ഒരു പോയിൻ്റൊക്കെ ചിലപ്പോൾ ആർക്കെങ്കിലും മിസ്സാവുന്നതും ഉണ്ടാവുമല്ലോ. അപ്പം ഏറ്റവും ആദ്യത്തെ ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കേസ് പറഞ്ഞാൽ ഞാനൊരിക്കലും ചില സമയത്ത് നമുക്ക് നല്ല സമയമുള്ള സമയത്ത് വീട് നല്ല ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കും. പക്ഷെ തിരക്കുള്ള സമയത്ത് ഇവിടെ കുറച്ച് മെസ്സി ആയിട്ട് തന്നെയാണ് ഇരിക്കുക. അങ്ങനെ ഒരു രീതിയാണ് നമ്മുടെ വീട്ടിലുള്ളത്. അപ്പോൾ അതിൻ്റെ കാരണം അന്വേഷിച്ച് നോക്കിയപ്പോഴത്തേനും എനിക്ക് മനസ്സിലായത് വീട്ടിലെ സാധനങ്ങൾ കൂടുതൽ, ഞാൻ എപ്പോഴും ഡീക്ലട്ടറിങ്ങിൻ്റെ കാര്യം പറയുന്നതാണെങ്കിൽ കൂടിയും
ഡീക്ലട്ടറിങ് എപ്പോഴും കൂടുതൽ ചെയ്താൽ മാത്രമേ നമുക്ക് വീട് വീണ്ടും ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാനും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ മുന്നേ വീഡിയോസിലും പറഞ്ഞതുപോലെ ഡീക്ലട്ടറിങ് ആണ് ഈ ഒരു വർഷത്തെ എൻ്റെ വൺ ഓഫ് ദി ഗോൾസ്. അപ്പോൾ ഞാൻ മാക്സിമം എനിക്ക് കിട്ടുന്ന സമയത്തിൽ വീക്കെൻഡ്സിലെല്ലാം കുറേശ്ശെ ഡീക്ലട്ടറിങ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. സാധനങ്ങൾ കുറയ്ക്കുക, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ. അപ്പോൾ ഡീക്ലട്ടറിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന മോട്ടിവേഷണൽ വീഡിയോസ് കാണുന്നതും എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പം ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് നമുക്ക് ഫ്രീ ഒക്കെ, നമ്മൾ ചില സമയത്തൊക്കെ വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഡീക്ലട്ടറിങ് വീഡിയോസൊക്കെ ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഡീക്ലട്ടറിങ് ഒരുവിധം പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട് ഓർഗനൈസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. വീട് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ ക്ലീനിങ് ചെയ്യാനും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ വീട് നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ഒരു ഓർഗനൈസ്ഡ് ഹോമാണെങ്കിൽ എളുപ്പമായിരിക്കും. അപ്പോൾ മാക്സിമം നമ്മൾ സാധനങ്ങൾ കുറച്ച് സാധനങ്ങൾ അതത് സ്ഥാനത്തൊക്കെ കറക്റ്റായിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ ക്ലീനിങ്ങും എളുപ്പമായിരിക്കും. നമ്മുടെ സാധനങ്ങളൊന്നും മിസ്സാവില്ല. പിന്നെ കുട്ടികൾക്കാണെങ്കിലും കറക്റ്റായിട്ട് എടുത്ത് വെക്കാൻ, കുട്ടികളെ നമുക്കൊരു ഓർഗനൈസ്ഡ് രീതി പഠിപ്പിക്കാനും നമ്മൾ ഒന്ന് ഓർഗനൈസ്ഡ് ആവുന്നത് നല്ലതായിരിക്കും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ഡെയിലി കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. മെയിൻലി ബെഡ് വിരിച്ചിടുക, അല്ലെങ്കിൽ ഡെയിലി ഒരു ലോഡ് ലോണ്ട്രി ചെയ്യുക, ഡെയിലി ഒന്ന് അടിച്ചു വാരിയിടുക, നമ്മളുടെ കിച്ചണിലെ ഡിഷസ് കറക്റ്റായിട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ തന്നെ ബേസിക്സ് നമ്മൾ കവർ ചെയ്ത് പോയാൽ തന്നെ വീട് അത്യാവശ്യം വൃത്തിയിലുണ്ടാവും. പിന്നെ നമുക്ക് അതുപോലെ അതിൻ്റെ കൂടെ തന്നെ ബാത്റൂമിൻ്റെ ക്ലീനിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരുവിധം കവർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ, ചെറിയ കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയാവില്ല. കുട്ടികൾ വലുതായിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെയും നമുക്ക് വീട് അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അതുപോലെ റുട്ടീൻസൊക്കെ ഫോളോ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മൾ ക്ലീനിങ് ഒരു റുട്ടീൻ പോലെ കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല എഫക്റ്റീവായിരിക്കും. കാര്യം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ദിവസം വരുമ്പോഴും അറിയാൻ പറ്റും ഇന്ന് ചെയ്യേണ്ട ജോലി എന്താണെന്നുണ്ടെങ്കിൽ. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ പോലെ മൺഡേ നമുക്കൊരു ഡസ്റ്റിങ്ങിൻ്റെ ഡേ ആണെങ്കിൽ നമ്മൾ അന്ന് വെൽ പ്രിപ്പയർഡ് ആയിരിക്കും ഡസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ ചിലരുണ്ട് ലോണ്ട്രിക്ക് വേണ്ടി ഒരു ദിവസം ചെയ്യുന്നവരുണ്ട്, ആഴ്ചയിൽ 2 ദിവസം ലോണ്ട്രി. അപ്പോൾ ആ ഒരു ദിവസം വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇന്ന് ലോണ്ട്രി ഡേ ആണ്, വേറെ ടാസ്കുകളൊന്നും നമ്മൾ വെക്കണ്ട, തുണികൾ മടക്കി തീർക്കാന്നുള്ളത്. പക്ഷേ എനിക്ക് പൊതുവേ ലോണ്ട്രി എല്ലാ ദിവസവും നമ്മൾ ചെയ്ത് പോകുന്നത് തന്നെയാണ് കേട്ടോ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണല്ലോ. നമ്മൾ വീട്ടിലെ ഏതൊക്കെ ദിവസമുണ്ട്, അങ്ങനെ ആ ഒരു നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈലും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് വർക്കാവുന്നൊരു റൊട്ടീൻ. പിന്നെ വീട് ക്ലീൻ ആയിട്ടിരിക്കാൻ നമ്മൾ വാക്യൂം ക്ലീനർ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഡസ്റ്റ് ഫ്രീ ആയിട്ട് തന്നെ ഇരിക്കും. അപ്പം അത് യൂസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ നമുക്ക് അത് അടിച്ച് തുടച്ചിടാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും ക്ലീൻ ആവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അപ്പോൾ ആ ഒരു 2 കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ നമ്മളുടെ ഡെയിലി കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോവാതെ നോക്കുക. എന്നും മെയിൻറ്റെയിൻ ചെയ്തങ്ങ് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം എല്ലാം കൂടി ചെയ്യേണ്ട ആ ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നമ്മുടെ വീട് നല്ല വൃത്തിയിൽ തന്നെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ വീക്ക്ലി നമ്മൾ ഒരു ദിവസം മന്ത്ലി ക്ലീനിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു കാര്യം ഒരു ദിവസം അതിന് വേണ്ടി അസൈൻ ചെയ്യുവാണെങ്കിൽ നമ്മളിങ്ങനെ എപ്പോഴും ക്ലീൻ ചെയ്യാത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ഓരോരുത്തർക്കും ഓരോരോ സ്റ്റൈലായിരിക്കുമല്ലോ അല്ലേ ക്ലീൻ. ചിലർക്ക് റുട്ടീൻസ് ഇഷ്ടമുണ്ടാവും, ചിലർക്ക് അവർക്ക് തോന്നുന്ന ഇപ്പം അങ്ങനെ ഒരു പ്രത്യേക റുട്ടീൻ ഇല്ലെങ്കിലും നല്ല ഭംഗിയായിട്ട് വീട് ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്താണോ സ്യൂട്ട് ചെയ്യുന്നത്, നമ്മുടെ കയ്യിൽ എത്ര സമയമുണ്ടോ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്താണോ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ക്ലീനിങ് സിസ്റ്റം അങ്ങ് ഡെവലപ്പാക്കി കൊണ്ടുവരിക, അങ്ങ് ക്ലീൻ ചെയ്യാം. എന്തായാലും ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ എൻ്റെ ലഞ്ച് ടൈമാണ്. ഇതാ ചപ്പാത്തിയും കുറച്ചൊരു ചിക്കൻ്റെ പീസും അവിയലും ഒക്കെയാണ് കേട്ടോ ഞാൻ ലഞ്ചായിട്ട് കഴിക്കുന്നത്. ഇപ്പം ഞാൻ അടുത്ത ഏതൊരു ദിവസം ലുലുവിൽ ഷോപ്പിങ്ങിന് വേണ്ടി പോയപ്പോൾ എടുത്ത ഒരു ക്ലിപ്പും കൂടി ഞാനിവിടെ ഇടുന്നുണ്ട്. വീഡിയോ ചെറുതായതുകൊണ്ട് ഇതും കൂടി ഇവിടെ എടുക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു ഷോപ്പിങ്ങിന് ഒരു ചെറിയൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് കാണാൻ കുറച്ച് ഇഷ്ടമുള്ള കുറച്ച് കാഴ്ചകളുണ്ടാവും. എന്തായാലും ലുലുവിലെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാമല്ലോ. ഇത് തന്നെയാണ് കേട്ടോ അവിടെ നടന്ന ഫ്ലവർ ഷോ.
നമ്മുടെ വാലൻറ്റൈൻസ് ഡേ പ്രമാണിച്ചിട്ട് അവിടെ ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു. 14th എൻഡ് ചെയ്യുന്നൊരു ഫ്ലവർ ഷോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഏകദേശം എൻഡ് ആയതുകൊണ്ട് പൂക്കളൊക്കെ കുറച്ച് അത്യാവശ്യം വാടി തുടങ്ങിയിരുന്നു. എന്നാലും നല്ല ഭംഗിയായിരുന്നു. ആ ഒരു ദിവസമാണ് നമുക്ക് പോകാൻ പറ്റിയത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഇതുപോലെ ചെടികളൊക്കെ വെച്ചിട്ട് സെയിലുണ്ടായിരുന്നു. റോസും പല പല ടൈപ്പ് ചെടികൾ എല്ലാ ഫ്ലോറിലും തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഫാഷൻ സ്റ്റോറിലൊക്കെ നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ആ മട്ടൻ്റെയും ഇറച്ചിയുടെയൊക്കെ കൗണ്ടർ തന്നെ ഹാർട്ട് ഷേപ്പിലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ ഒരു വാലൻറ്റൈൻ മയത്തിലായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ഞാൻ വീക്ക്ലി ഒരു പ്രാവശ്യം ലുലുവിൽ പോയി ഷോപ്പ് ചെയ്യാറുണ്ട്. ഇതുപോലെ മീറ്റ് ഐറ്റംസൊക്കെ ആ ഒരു ടൈമിലാണ് പർച്ചേസ് ചെയ്യുക. വീക്കെൻഡ്സിലല്ല പോവാറ്. മോസ്റ്റ്ലി മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ രാത്രി സമയത്താണ് കേട്ടോ പോവാറ്. ഒരു 7 to 8 ആ ഒരു സമയത്ത്. വീക്ക് ഡേയ്സ് ആകുമ്പോഴത്തേനും ലുലുവിൽ തിരക്ക് കുറവായിരിക്കും. സാറ്റർഡേ സൺഡേ ഒന്നും നോക്കണ്ട. പിന്നെ അതുകൊണ്ട് തന്നെ പിന്നെ രാത്രി സമയമായതുകൊണ്ട് നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഈ വീക്ക് കുറേ നാളുകൾക്ക് ശേഷം മട്ടൺ ലിവർ വാങ്ങിച്ച് റോസ്റ്റൊക്കെ ചെയ്തിരുന്നു കേട്ടോ. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നെക്സ്റ്റ് വീക്ക് മുതൽ ട്യൂസ്ഡേ ആൻഡ് ഫ്രൈഡേ വീഡിയോസ് ആക്കിയാലോ എന്നൊരു ആലോചനയുണ്ട്. മൺഡേ എന്നുള്ളത് മാറ്റിയിട്ട്. അത് ഞാൻ എന്തായാലും കമ്മ്യൂണിറ്റി ടാബിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. മിക്കവാറും അപ്പോൾ അങ്ങനെയായിരിക്കും വരുന്നത്. ടൈം 2 PM തന്നെ ആയിരിക്കാനാണ് ചാൻസ്. ഇൻ കേസ് ചേഞ്ച് ഉണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ വരാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ അതുവരേക്കും ബൈ.